അഞ്ജലി ശ്രീതാരാജ നമുക്കൊപ്പമുണ്ട്. അഞ്ജലി, ഉടൻതള്ളിയിലെ മാർത്തോമ പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായോ? സുജയ, ഏറെ നിമിഷത്തെ, അതായത് ഒരുപാട് നേരത്തെ അക്ഷമരായി ആളുകളെല്ലാം കാത്തിരിക്കുകയായിരുന്നു എൽദോസിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി. ഒടുവിൽ ഏകദേശം 5 മണിയോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. കുറുമാറ്റത്തെ സെമിത്തേരിയിൽ നൂറുകണക്കിന് ആളുകളാണ് സംസ്കാര ചടങ്ങുകൾക്കായി എത്തിച്ചേർന്നത്. എൽദോസിൻ്റെ അമ്മയും അച്ഛനും സഹോദരിയുമടക്കം ബന്ധുക്കളും കൂടാതെ ഈ കുറുമാറ്റത്തെ സെമിത്തേരിക്ക് പരിസരത്തുള്ള ആളുകളും ഈ ഒരു സംസ്കാര ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഒരുപാട്, അതായത് നമുക്കെല്ലാം വികാരധീനമായ നിമിഷമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ സഹോദരി അവസാന നിമിഷം സഹോദരനെ കണ്ട ശേഷം മാറി നിന്നുകൊണ്ട്, അവർക്ക് നേരെ നിന്നുകൊണ്ട് സഹോദരനെ കാണാൻ കഴിയാത്തതിനാൽ ബന്ധുക്കളുടെ സഹായത്താലാണ് അവർ അവിടെ പിടിച്ചു നിന്നത്. നമുക്ക് ഏക അത്താണിയായ ഒരു കുടുംബത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും ഏക അത്താണിയായ സഹോദരനാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതും അധികാരികളുടെ അനാസ്ഥ കൊണ്ട് മാത്രം. ഇനിയും ആ സെമിത്തേരിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ആളുകളെല്ലാം അവിടെ പറയുന്നത്, ഇനിയും ഈ നാട്ടിലുള്ള ഒരു മനുഷ്യന് ഇങ്ങനൊരു ഗതി ഉണ്ടാവരുതേ, ഈ ഒരു കുടുംബത്തിന് കണ്ണീർ കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നാണ്. ഏകദേശം 15 മിനിറ്റിനുള്ളിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി എൽദോസിന് നാടും ബന്ധുക്കളും എല്ലാം വിട നൽകിയത്. ഒരുപാട് നേരത്തെ അഞ്ജലിയാണ് വിവരങ്ങൾ നൽകിയത്. മാർത്തോമ പള്ളിയിലെ സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.